a channel for current affairs and general knowledge. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് 7 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അതായത് നീതി ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വനി വൈഷ്ണവാണെന്ന് നോക്കുക, റെയിൽവേ മിനിസ്റ്റർ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അതൊരു പോളിസി ഫോർമുലേഷൻ, അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ്, അതിന് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തതെന്ന് നോക്കാം. അതായത് അതിൻ്റെ പേരാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. ഓക്കെ, അടുത്തതാണ് ഈ കിസാൻ ഉപജ് നിധി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഫാമേഴ്സ്, കർഷകരുടെ സംഭരണ ലോജിസ്റ്റിക്സ് എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് നോക്കുക. ഇത് ലോഞ്ച് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീയൂഷ് ഗോയലാണെന്ന് നോക്കുക. ഓക്കെ, പിന്നെ അടുത്താണ് ഫ്ലൈ 91 എന്ന് പറഞ്ഞിട്ടൊരു എയർലൈൻ കമ്പനി ഉണ്ട്. അതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഗോവയാണ്. അവർക്കിപ്പോൾ റീസെൻ്റ്ലി ഒരു എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലൈസൻസ് നേടിയിട്ടുണ്ടെന്നും കൂടി നോക്കാം. അടുത്താണ് വ്യോമയാന പരിശീലനം രംഗത്ത് നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് IIM മുംബൈയും അതുപോലെ തന്നെ എയർബസും കൂടി സഹകരിക്കുന്നുണ്ടെന്നും കൂടി നോക്കാം. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ IIM മുംബൈയും അതുപോലെ തന്നെ എയർബസും ആണെന്നും കൂടി നോക്കാം. അടുത്താണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ് ആചരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 8 അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ് ഇൻ വുമൺ അക്സലറേറ്റ് പ്രോഗ്രസ് എന്നാണ് ഇതിൻ്റെ തീമും കൂടി നോക്കാം. അടുത്താണ് ഫസ്റ്റ് ഭാരത് സ്റ്റീം ബോയിലർ എക്സ്പോ എവിടെ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുവാഹത്തിയിലാണെന്ന് നോക്കാം. സോ നീതി ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് അശ്വനി വൈഷ്ണവാണെന്ന് നോക്കുക. അതേപോലെ തന്നെ ഈ കിസാൻ ഉപജ് നിധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് പീയൂഷ് ഗോയലാണ്. അത് ലോജിസ്റ്റിക്സ് എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഫ്ലൈ 91 എയർലൈൻ കമ്പനീൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. അടുത്തതായിട്ടുള്ള വ്യോമയാന പരിശീലന രംഗത്ത് നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് IIM മുംബൈയും എയർബസും കൂടി സഹകരിക്കുന്നു നോക്കാം. അടുത്താണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നാന്ന് ചോദിച്ചാൽ മാർച്ച് 8 ഇൻവെസ്റ്റ് ഇൻ വുമൺ ആൻഡ് ആക്സലറേറ്റ് പ്രോഗ്രസ്, അതാണ് അതിൻ്റെ തീമും കൂടി ആലോചിക്കും. അടുത്താണ് ദ ഫസ്റ്റ് ഭാരത് സ്റ്റീം ബോയിലർ എക്സ്പോ എവിടെ വെച്ചിട്ടാണ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുവാഹത്തിയാണെന്നും കൂടി നോക്കാം. അടുത്തതാണ് ഈ NPCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ IISc അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കൂടി പാർട്ട്നേഴ്സ് ആയിട്ട് ഡീപ് ടെക് റിസർച്ചിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത് നോക്കാം. ഡീപ് ടെക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആഴത്തുള്ള സാങ്കേതിക ഗവേഷണത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ചേരുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് NPCIയും രണ്ടാമത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണും കൂടി നോക്കാം. അതേപോലെ തന്നെയാണ് സ്പേസ് എക്സ്, നമുക്കറിയാം ഇയോൺ മസ്കിൻ്റെ സ്ഥാപനം. ഈ ഇയോൺ മസ്ക് ഇപ്പോൾ അടുത്ത് വിക്ഷേപിച്ച സാറ്റലൈറ്റിൻ്റെ പേരാണ് മീത്തേൻ സാറ്റ്. അതിൻ്റെ പേര് പോലെ തന്നെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഓർബിറ്റിലുള്ള മീത്തേൻ്റെ ഗ്യാസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മീത്തേൻ സാറ്റ് ലോഞ്ച് അയച്ചത് നോക്കുക. അത് അയച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പേസ് എക്സ് കമ്പനിയാണെന്നും കൂടി നോക്കാം. അടുത്താണ് ചമ്പാവത്ത് പൈൻ നീഡിൽ ഫ്യൂൽ ടെക് നടപ്പിലാക്കാൻ പോകുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ UCOSTയും CSIR IIPയും കൂടിയാണെന്നും കൂടി നോക്കുക. അടുത്താണ് ദ 10th ഇന്ത്യ സൗത്ത് കൊറിയ ജോയിൻറ്റ് കമ്മീഷൻ മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ എവിടെയാണ് നടത്തിയതെന്നാണ്. ഓപ്ഷൻ A സിയോൾ, ഓപ്ഷൻ B ടോക്കിയോ, ഓപ്ഷൻ C ഹോങ്കോങ്, ഓപ്ഷൻ D ബെയ്ജിങ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സിയോൾ ആണെന്ന് നോക്കാം. അടുത്താണ് ഏഷ്യൻ റിവർ റാഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വേർ ഹെൽഡ് ഇൻ. ഏഷ്യൻ റിവർ റാഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാൽ നടത്തിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ B അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ C ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ D ഉത്തർപ്രദേശ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ആണെന്ന് നോക്കാം. അത് സത്ലജ് നദിയിൽ വെച്ചിട്ടാണ് നടത്തിയതെന്നും കൂടി നോക്കുക. അടുത്താണ് വേർ ഈസ് ദ വെന്യൂ ഓഫ് ICC T20 മെൻസ് വേൾഡ് കപ്പ് 2024. അതായത് 2024 മെൻസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്, ഓപ്ഷൻ B ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്, ഓപ്ഷൻ C US ആൻഡ് കാനഡ, ഓപ്ഷൻ D വെസ്റ്റ് ഇൻഡീസ് ആൻഡ് US. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ആൻഡ് USൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ മെൻസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. അടുത്താണ് വേർ വാസ് ദ ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ഹെൽഡ് അല്ലെങ്കിൽ ഇനോഗ്രേറ്റ്.
ഇന്ത്യയിലത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ്. ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൽക്കട്ട എന്ന് നോക്കുക. എവിടെ മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറ മെയ്ഡൻ മുതൽ എസ്പ്ലനേഡ് വരെയാണ് നോക്കുക. മാർച്ച് 6-ാം തീയതിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നോക്കുക. 32 മീറ്റർ താഴ്ചയിലൂടെയാണ് ഇത് പോകുന്നത് നോക്കുക. അതുപോലെ തന്നെ ഹുഗ്ലി നദിയിലൂടെയാണ് താഴത്തു കൂടെയാണ് ഈ മെട്രോ കൽക്കട്ട മെട്രോ പോകുന്നതെന്നും കൂടി നോക്കുക. അതുപോലെ തന്നെ ഈ കൽക്കട്ട മെട്രോ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1984 നോക്കുക. 1984 ഒക്ടോബർ 24 കൂടി നോക്കുക. അടുത്താണ് കെയി പാന്യോർ ഈസ് 26th ഡിസ്ട്രിക്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്. കെയി പാന്യോർ ഏത് സംസ്ഥാനത്തിൻ്റെ 26ാമത്തെ ജില്ലയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഒറീസ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് ആണെന്ന് നോക്കാം. അടുത്താണ് ഇന്ദിരാഗാന്ധി പ്യാരി ബഹന സുഖ് സമ്മാൻ നിധി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ആന്ധ്ര, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ആണ് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് സൈക്കസ് സെർസിനാലിസ്. എന്താണ് ഈ സൈക്കസ് സെർസിനാലിസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പാം ലൈക്ക് ട്രീ, ഓപ്ഷൻ ബി ബ്ലാക്ക് ഹോൾ, ഓപ്ഷൻ സി എക്സോ പ്ലാനറ്റ്, ഓപ്ഷൻ ഡി ആസ്ട്രോയിഡ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പാം ലൈക്ക് ട്രീ ആണെന്നും കൂടി നോക്കാം. അടുത്താണ് റീസെൻ്റ്ലി സുപ്രീം കോർട്ട് ഇമ്പോസ്ഡ് ബാൻ ഓൺ ടൈഗർ സഫാരി ഇൻ വിച്ച് നാഷണൽ പാർക്ക്. ഈ അടുത്ത് സുപ്രീം കോടതി ഏത് നാഷണൽ പാർക്കിലെ ടൈഗർ സഫാരിയാണ് ബാൻ ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജിം കോർബറ്റ്, ഓപ്ഷൻ ബി സൗത്ത് ബട്ടൺ, ഓപ്ഷൻ സി നീലഗിരി, ഓപ്ഷൻ ഡി പെരിയാർ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ജിം കോർബറ്റ് ആണെന്ന് നോക്കുക. ഈ സൗത്ത് ബട്ടൺ എവിടെയെന്ന് ചോദിച്ചാൽ അൻഡമാനിലാണെന്ന് നോക്കുക. അതുപോലെ തന്നെ നീലഗിരി എവിടെയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ്. പെരിയാർ എവിടെയാണെന്ന് വെച്ചാൽ കേരളത്തിലാണെന്നും കൂടി നോക്കുക. അടുത്താണ് ഇന്ത്യ അമെൻഡ്സ് FDI നോംസ് ഇൻ സ്പേസ് സെക്ടർ. അതായത് സ്പേസ് സെക്ടറിലേക്ക് മുമ്പ് FDI അനുവദിച്ചില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ FDI അനുവദിക്കേണ്ട 100% ആണെന്നും കൂടി നോക്കുക. അതുപോലെ തന്നെ സാറ്റലൈറ്റ് മാനുഫാക്ചറിങ് ഓപ്പറേഷനിലാണെങ്കിൽ അതിൽ 74% അലൗഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് വെഹിക്കിൾസ് ആണെങ്കിൽ 49% വരെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലൗ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ 74-നും 49-നും ബിയോണ്ട് പോവുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ് അപ്രൂവൽ വേണമെന്ന് കൂടി നോക്കാം. സോ കറൻറ്റ്ലി 100% ആണ് അലൗ ചെയ്യുന്നതും കൂടി നോക്കാം. അടുത്താണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2024 എവിടെ വെച്ചാൽ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SR ഘട്ട എന്ന് നോക്കാം, ബാംഗ്ലൂരിലാണ്. നേതൃത്വം കൊടുത്തത് IIHR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ആണെന്നും കൂടി നോക്കാം. ഇനി ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ലെഡ് ഹോർട്ടിക്കൾച്ചർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ലെഡ് ഹോർട്ടിക്കൾച്ചർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ഈ ഹോർട്ടിക്കൾച്ചർ ഫെയറിൻ്റെ തീമും കൂടി നോക്കുക. അടുത്താണ് ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് ആൻഡ് ഡെലിവറി പാർട്ട്ണർ സ്വിഗ്ഗി ഹാസ് പാർട്ട്ണർഡ് വിത്ത് ഡാഷ് ടു ഡെലിവർ പ്രീ ഓർഡേർഡ് മീൽ ഓൺ ട്രെയിൻസ്. ഈ ട്രെയിനിൽ ഈ പ്രീ ഓർഡർ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഫുഡ് അല്ലെങ്കിൽ മീൽസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി സ്വിഗ്ഗി ആരുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ IRCTC, ഓപ്ഷൻ ബി IATA, ഓപ്ഷൻ സി IRDTC, ഓപ്ഷൻ ഡി IRCDC. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ IRCTC ആണ്. ഇനി IRCTC എന്താ നോക്കാം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. 1999 സെപ്റ്റംബർ 27 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കുക. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. അതേപോലെ SK ജെയിനാണ് ഇതിൻ്റെ ചെയർമാൻ എന്നും കൂടി നോക്കുക, അല്ലെങ്കിൽ CMD എന്നും കൂടി നോക്കുക. അതേപോലെ തന്നെ ഇത് ഏത് മിനിസ്ട്രീൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണെന്നും കൂടി നോക്കുക. ഓക്കെ. അടുത്താണ് നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവൽ 2024. നാഷണൽ യൂത്ത് പാർലമെൻറ്റ് ഫെസ്റ്റിവൽ അവാർഡ് അതിലെ ഗോൾഡ് മെഡൽ നേടിയ ആരെന്ന് ചോദിച്ചാൽ യതിൻ ഭാസ്കർ ദഗൽ ആണെന്ന് നോക്കുക. ഓക്കെ, യതിൻ ഭാസ്കർ ദഗലാണ് ഗോൾഡ് മെഡൽ നേടിയെന്ന് നോക്കുക. അദ്ദേഹം എവിടുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ഹരിയാനക്കാരനാണെന്ന് കൂടി നോക്കുക. അടുത്ത ഓൾഡസ്റ്റ് മെട്രോ ഇൻ ദ വേൾഡ് ഏതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മെട്രോ എന്നാണ് ചോദ്യം. ഇതിനെ നമുക്ക് ഒരു ഷോർട്ട് ഫോം ആയിട്ട് LIC എന്ന് വിളിക്കാം. ഓക്കെ, LIC. അത് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ,
ഐ എന്ന് പറയുന്ന ഇസ്താംബുൾ, സി എന്ന് പറയുന്ന ചിക്കാഗോ. ഈ ലണ്ടൻ എന്താണെന്ന് വെച്ചാൽ 1863 ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇസ്താംബുൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1875 ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ ചിക്കാഗോ എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1892 ആണെന്ന് നോക്കാം. ഈ ഇസ്താംബുൾ എസ്റ്റാബ്ലിഷ് 1875 ഈ 1875 ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് നോക്കാം. ഓക്കെ, ഈ ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി ആണെന്നും കൂടി നോക്കാം. അതുപോലെ തന്നെ ചിക്കാഗോ സമ്മേളനം നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1893 ആണെന്ന് ഓർക്കുക. ഓക്കെ, സ്വാമി വിവേകാനന്ദനാണ് അന്ന് അവിടെ പോയിട്ട് സർവമത സമ്മേളനത്തിൽ പ്രസംഗിച്ചും കൂടി ഓർക്കുക. സോ അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം 1892 ചിക്കാഗോ മെട്രോ സ്റ്റേഷൻ വന്നതും കൂടി നോക്കാം. അടുത്താണ് നാഷണൽ പാർക്ക്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരമാണ്. അതായത് ഇപ്പോൾ മൊത്തം 106 നാഷണൽ പാർക്ക് ഇന്ത്യയിലുണ്ട്. അതിൻ്റെ മൊത്തം വിസ്തീർണം ഇപ്പോൾ എത്രയും ചോദിച്ചാൽ 44,402.95 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ഏത് സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണെന്ന് നോക്കാം. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹെമിസ് ആണ്, ലഡാക്കിലാണെന്ന് നോക്കുക. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ബട്ടനാണ്, അത് അണ്ടമാനിലാണെന്ന് നോക്കാം. അടുത്താണ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഇത് മാർച്ചിലത്തെ കണക്ക് പ്രകാരം പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ജെഫ് ബസോസ് ആണ്, രണ്ടാമത്തെ ഇയോൺ മസ്ക്, മൂന്നാമത്തെ ബെർണാൾഡ് അർണോൾഡ് നോക്കുക. JEB എന്ന ഷോർട്ട് ഫോമിൽ നോക്കുക. സോ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ആരെന്ന് ചോദിച്ചാൽ 1 ജെഫ് ബസോസ്, 2 ഇയോൺ മസ്ക്, 3 ബെർണാൾഡ് അർണോൾഡ് ആണെന്ന് നോക്കുക. അടുത്താണ് വിധവ പുനർവിവാഹ പ്രോത്സാഹൻ യോജന. വിഡോ റീമാരേജ് ഇൻസെൻറ്റീവ് സ്കീം ഈസ് ലോഞ്ച് ബൈ വിച്ച് ഗവൺമെൻറ് എന്നാണ്. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ഡി ഒറീസ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണെന്ന് നോക്കാം. ഈ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പൈ സോറൻ ആണെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ ഗവർണർ, ഇത് മുഖ്യമന്ത്രിയാണെങ്കിൽ അവിടുത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ CP രാധാകൃഷ്ണൻ ആണെന്നും കൂടി നോക്കാം. അവിടുത്തെ ഗവർണറാണ്. ഓക്കെ, ഇവിടുത്തെ ജാർഖണ്ഡിലത്തെ ഗവർണറാണ് CP രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചമ്പൈ സോറൻ ആണെന്നും കൂടി നോക്കുക. ഇതിൻ്റെ തലസ്ഥാനം, അതായത് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ റാഞ്ചി ആണെന്നും കൂടി നോക്കാം. അടുത്താണ് ഇന്ത്യസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3% ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ 3.1% ആണ്. ഈ ആണുങ്ങളുടെ കയ്യിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3.2% ആണെന്ന് നോക്കാം. എന്നാൽ ഫീമെയിൽ വനിതകളിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3% ആണെന്നും കൂടി നോക്കാം. സോ ഇന്ത്യയുടെ 3.1, ആണുങ്ങളുടെ 3.2 കൂടുതലാണ്, സ്ത്രീകളുടെ 1 കുറവാണ്, 3 ആണെന്നും കൂടി നോക്കാം. അതേപോലെ തന്നെ റൂറൽ ഏരിയയും അർബൺ ഏരിയയും കൂടി നോക്കാം. റൂറൽ ഏരിയയിൽ 2.4 ആണ്. ഓക്കെ, അതിൻ്റെ ഇരട്ടിയായിട്ട് വരും, ഏതാണ്ട് 5.2 ഇവിടുത്തെ അർബണിലത്തെ എന്നും കൂടി നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ മാർച്ച് 7-ാം തീയതിയിലത്തെ കറണ്ട് അഫയേഴ്സ്. ഇതിന് കൂടുതൽ ഓരോ ദിവസത്തെ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും വേറെയും ക്ലാസ്സുകൾ നമ്മൾ ഇടാറുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പറയുന്നു. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ